നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അമ്പലങ്ങളിൽ പോകാന്നുള്ളതാണ്. അതൊരു വല്ലാത്ത ഫീലിങ്സാണ് അമ്പലങ്ങളിൽ പോകാന്നുള്ളത്. ഇവിടുന്ന് ലിസ്റ്റുമായിട്ടായിരിക്കും നാട്ടിൽ പോവുക. അത് എല്ലാ അമ്പലങ്ങളിൽ പോയിട്ടായിരിക്കും തിരിച്ച് ഇവിടെ എത്തുകയും ചെയ്യുന്നത് കേട്ടോ. എപ്പോഴും സ്റ്റാർട്ടിങ് തിരുവാറന്മുളയപ്പനിൽ നിന്നായിരിക്കും. ഇത് നമ്മുടെ ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രമാണ് കേട്ടോ. എൻ്റെ ഇഷ്ടമുള്ള ദൈവം മഹാദേവനാണ്. അപ്പോൾ ഞാൻ നാട്ടിലെ കഴിഞ്ഞ പ്രാവശ്യം വെക്കേഷന് പോയപ്പോൾ ഉണ്ടായ അനുഭവം പറയാം കേട്ടോ. അതൊരു ഒന്നൊന്നര അനുഭവമായിരുന്നു. ഞാനിതുപോലെ എൻ്റെ വീട്ടിൽ നിൽക്കുകയാണ്. നാളെ തിരിച്ച് ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ ഇന്ന് വൈകിട്ട് ഒരു അമ്പലത്തിലും കൂടെ പോകാനുണ്ട് കേട്ടോ. എൻ്റെ ലിസ്റ്റിനകത്തുള്ള ലാസ്റ്റ് അമ്പലമാണിത്. അപ്പോൾ ഇന്ന് വൈകിട്ട് പോയാലേ പറ്റത്തുള്ളൂ കേട്ടോ. നാളെ രാവിലേക്ക് തിരിച്ച് ആറന്മുളയ്ക്ക് പോകണം. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് വൈകിട്ട് നിൽക്കുകയാണ്. നല്ല മഴ, കാറ്റ്, ഇടിയും മിന്നലും എല്ലാവരും ഒരുമിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ നേരമൊക്കെ വെയിറ്റ് ചെയ്ത് മഴയൊന്നും ശമിക്കുന്നില്ല. ഞാൻ വീട്ടുകാരെ കൺവിൻസ് ചെയ്ത് രണ്ടും കളിപ്പിച്ച് വണ്ടി എടുത്ത് ഇറങ്ങി കേട്ടോ. റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട്. എന്താണ് ഫ്രണ്ടിലെന്ന് കാണാൻ പറ്റാത്ത പോലത്തെ അവസ്ഥയായിപ്പോയി. ഞാൻ റോഡിൽ കൂടെ പോകുമ്പം രണ്ട് സൈഡിലും കടയുടെയൊക്കെ ഫ്രണ്ടിലൊക്കെ ചേട്ടന്മാരൊക്കെ നിൽപ്പുണ്ടല്ലോ, അങ്കിൾമാരും ഒക്കെ. അവരൊക്കെ നോക്കുന്നുണ്ട് എന്ത് ഉദ്ദേശിച്ചൊക്കെ വെച്ച് പോകുന്നതല്ലോ. കാരണം തൊട്ട് ഫ്രണ്ടിൽ എന്താ വരുന്നത് കാണുന്നില്ല. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാൻ പോയി. എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിലൊക്കെ കൊച്ചു മരത്തിൻ്റെ ചില്ലകളും കൊമ്പുകളൊക്കെ ഒടിഞ്ഞ് വീണിട്ടുണ്ട് കേട്ടോ. ഞാൻ ശരിക്കും പേടിച്ചു. ഞാൻ രണ്ടും കൽപ്പിച്ച് ദൈവം എന്നെ അവിടെ എത്തിക്കും, തിരിച്ച് വീട്ടിലെത്തിക്കും എന്നുള്ളൊരൊറ്റ മൈൻഡിൽ ഞാൻ അമ്പലത്തിൽ ചെന്നു. അമ്പലത്തിൽ ചെന്നപ്പം നല്ല മഴ, അകത്തൊക്കെ നല്ല മഴ. ഒന്നോ രണ്ടോ പേരെ ഉണ്ടായിരുന്നുള്ളൂ അമ്പലത്തിൽ. അതുകൊണ്ട് നല്ല വൃത്തിക്ക് ഭഗവാനെ തൊഴുതു. നല്ല മഴയുടെ അകമ്പടിയോടുകൂടി ഞാൻ തിരിച്ച് വീട്ടിലും എത്തി കേട്ടോ. ഞാൻ മറക്കത്തില്ല ആ അനുഭവം.